നമ്മൾ ഒരുപാട് തലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു നടുക്കടലിൽ ചെന്ന് വിട്ട് കഴിഞ്ഞാൽ നീന്തി രക്ഷപ്പെടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെ ടെസ്റ്റ് കഴിഞ്ഞാലേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് അത് മൊത്തം ഇളക്കിക്കളയും. അപ്പോൾ ആ സമയത്ത് ഒരുപാട് കഷ്ടതകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വാട്ട്, വിച്ച്, വെൻ, വെയർ, വൈ, ഹൗ, ഹൂ, ഹൂം, ഹൂസ്. ദാറ്റ്സ് ആൻസർ. ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ ഈ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം കേരളത്തിലെ എറണാകുളം ജില്ലയിലാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്താൻ പോകുന്ന അതിഥി നമ്മുടെ സ്വന്തം ആലുവക്കാരനായിട്ടുള്ള ജോബിൻ ജോർജ് സാറാണ്. തൻ്റെ 18-ാം വയസ്സിൽ ഒരു ചെറിയൊരു വർക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് എല്ലാവരും അറിയപ്പെടുന്ന സ്ഥാപനമായിട്ടുള്ള ജിയാ സ്പൈറ്റ്സ് ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്സ് എന്ന സ്ഥാപനത്തിൻ്റെ സാരഥിയായി മാറി. അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ ജീവിതാനുഭവങ്ങളും വിശേഷങ്ങളും എല്ലാം അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. അതിനു മുന്നേ അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. ഓക്കെ, താങ്ക് യു. ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു അവസരം തന്നതിന്. ഇത് പ്രോപ്പർലി ആലുവ തന്നെയാണോ? അതെ, ആലുവ ദേശം കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലമാണ്. ഓക്കെ. കുട്ടിക്കാലത്ത് ജനിച്ചതൊക്കെ ഇവിടെ തന്നെയാണോ? അല്ല, ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. പത്തനാപുരം. ഇവിടെ വന്ന് താമസിക്കുകയാണ്. ഓക്കെ. നമ്മളെ കുട്ടിക്കാലക്കാരും തീർച്ചയായിട്ടും എത്ര ഏജ് ആയാലും നമ്മളിപ്പം ഒരു ഓൾഡ് ഏജിൽ പോലും നമ്മൾ ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളെ കുട്ടിക്കാലമാണ്. കാര്യം അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷപൂർവ്വമായിട്ടുള്ള ഒരു കാലം എന്നുള്ളത്. സാറിൻ്റെ ഒരു കുട്ടിക്കാലത്തോട് സാർ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുമ്പോൾ സാറിന് എന്തൊക്കെയാണ് ഓർമ്മയുള്ള? ഒരുപാട് ഫ്രണ്ട്സ് ഗ്രൂപ്പുള്ളൊരു ആളായിരുന്നു ഞാൻ. ഓക്കെ. അപ്പം അന്ന് തന്നെ ശരിക്കും ഒരു ട്രാജഡിയിലായിരുന്നു എൻ്റെ ലൈഫ് വന്നത്. എൻ്റെ ഫാദറിന് സുഖമില്ലായിരുന്നു. അപ്പം അങ്ങനെ സുഖമില്ലാത്ത അവസ്ഥയിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ടാണ് ഞാൻ വളർന്നു വന്നത്. ഓക്കെ. അതിനുശേഷം പല ആൾക്കാരെയും കാണുമ്പം അവരുടെ ശരിക്കും എനിക്ക് പേഴ്സണലായിട്ടൊരു മോട്ടിവേഷൻ എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ കൊണ്ടു നടക്കുമായിരുന്നു. സ്വന്തമായിട്ടൊരു ബിസിനസ് മാൻ ആകണം. ഓക്കെ. പല ആളുകളും പല നല്ല രീതിയിൽ പോകുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈല് കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു രീതിയിലുള്ള ബിസിനസ് മാൻ ആകണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞാൻ എൻ്റെ ലൈഫ് ഫുള്ള് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ചെറുപ്പത്തിൽ അപ്പം ഒരു ബിസിനസ് ഓൺട്രപ്രണർ എന്നൊരു ആഗ്രഹമുണ്ട്. തീർച്ചയായും. പക്ഷെ എന്നാലും ഫോർ എക്സാമ്പിൾ ഇപ്പം ചെറുപ്പത്തിൽ ഓരോരുത്തർ ചോദിക്കുമ്പോൾ പോലീസുകാരൻ അല്ലെങ്കിൽ പട്ടാളക്കാരൻ എന്നൊക്കെ പറയുന്നത് ഓരോ ഇൻസിഡൻസ് കാണുമ്പോഴാണ്. അതേപോലെ സാറിന് എന്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് മാൻ എന്നൊരു ആഗ്രഹം തോന്നാനുള്ള ആ ഒരു? ഞാൻ അന്ന് എൻ്റെ ചെറുപ്പകാലത്തിൽ തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 32,000 ദിവസങ്ങളിലൊക്കെയാണ് ഏകദേശം നമ്മുടെ ലൈഫ് തീർക്കുന്നത്. തീർച്ചയായിട്ടും. ആ ലൈഫിനുള്ളിൽ നമ്മുടെ ഓരോ സെക്കൻഡ്സും ഓരോ മിനിറ്റുകളും ഓരോ മണിക്കൂറുകളും ഓരോ ദിവസങ്ങളും ഓരോ മാസങ്ങളും ഓരോ വർഷങ്ങളും നമുക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ചെലവഴിച്ചുകൂടാ? ഓക്കെ. ഞാൻ വേറൊരാൾക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കുന്നതും നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ പണിയെടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. തീർച്ചയായിട്ടും. അതിലൂടെ ആ ഒരു ഇൻസ്പിറേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ബിസിനസ് ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ. അപ്പോൾ കുട്ടിക്കാലത്ത് പഠിച്ചതൊക്കെ പത്തനാപുരത്ത് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് സിവിൽ ആണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം പിന്നെ ഈ സിവിൽ ആർക്കിടെക്ചർ കോഴ്സ് ചെയ്തു. ഓക്കെ. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ബിൽഡിംഗ് ഡിസൈനിങ്ങിലേക്ക് കടന്നത്. അപ്പം ആദ്യം ഞാൻ ചെയ്തിരുന്നത് സൗത്ത് ഇന്ത്യയിലുള്ള ബാംഗ്ലൂർ ബേസ്ഡും ചെന്നൈ ബേസ്ഡും ഒക്കെ ആയിട്ടുള്ള കമ്പനികളിൽ സബ് വർക്കുകൾ ഞാൻ ചെയ്തു തുടങ്ങി. അങ്ങനെ ലേബേഴ്സിനെ മാക്സിമം കളക്ട് ചെയ്തു. പുറത്തുനിന്ന് ലേബേഴ്സ് എടുത്തിട്ടാണ് ഞാൻ അന്ന് ചെയ്തിരുന്നത്. പിന്നെ അതിനുശേഷമാണ് നമ്മുടെ സ്വന്തം ഓൺ ലേബേഴ്സിനെ ആക്കിയെടുക്കുകയും പിന്നെ ഓൺ ഫേമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. മൊത്തത്തിൽ ഒരു ഹാൻഡിൽ ചെയ്തെടുക്കാൻ ആ ഒരു പ്രഷർ അതൊക്കെ സാർ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് ആ ഒരു ഏജിൽ? നമ്മൾ ഒരു മെച്യൂർഡായിട്ട് ആ സമയം ബിസിനസ്മാനായിട്ട് ചിന്തിക്കുമ്പം അന്നത്തെ കാലഘട്ടത്തിൽ ഏകദേശം ഈ ഫോണിൻ്റെ ഈ അതിപ്രസരണമൊന്നും അന്ന് തുടങ്ങിയിട്ടില്ല. പക്ഷേ നമ്മൾ ബിസിനസ്മാനായിട്ട് ചിന്തിക്കുമ്പം നമ്മൾ ഒരുപാട് തലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു നടുക്കടലിൽ ചെന്ന് വിട്ട് കഴിഞ്ഞാൽ നീന്തി രക്ഷപ്പെടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതേപോലെ എനിക്ക് പല പണികളും ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ചെന്നൈയിലുള്ള ഒരു ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് 22 ഫ്ലോർസ് ആണ്, 22 നിലകളാണ് പണിയുന്നത്. ആ പണിയുന്ന അതിൻ്റെ പുറമേ ഉള്ള ക്ലാഡിംഗ് വർക്കുകളാണ് എനിക്ക് സബ് കിട്ടിയത്. ആ ക്ലാഡിംഗ് വർക്കുകൾ ചെയ്യുന്ന സമയത്ത് ഒരു ഏകദേശം 2 ഫ്ലോറോളം ഫ്രെയിം വർക്കുകളെല്ലാം തീർന്നു വന്നു. ആ സമയത്താണ് അവിടുത്തെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഈ ഫ്രെയിം വിൻഡിലോട് അബ്സോർവ് ചെയ്യുന്നതാണോ. അപ്പം അങ്ങനെ ടെസ്റ്റ് കഴിഞ്ഞാലേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് അത് മൊത്തം ഇളക്കിക്കളയും. അപ്പോൾ ആ സമയത്ത് ഒരുപാട് കഷ്ടതകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു പണി കിട്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം പുതിയ ഫേം
സ്റ്റാർട്ട് ചെയ്തു. ഓർഗാനിയോ ടെക്നിക്സ് എന്നാണ് ആ ഫേമിൻ്റെ പേര്. ഓക്കെ. അതിലൂടെ എനിക്ക് കുറേ വർക്കുകൾ കിട്ടി, പുതിയ പുതിയ വർക്കുകൾ, നല്ല കോണ്ടാക്ട്സ്. അതായത് ഞാൻ അന്നും മെറ്റീരിയൽ ക്വാളിറ്റിയിലും ഒന്നും ഞാൻ കോംപ്രമൈസ് ചെയ്യുന്ന ആളല്ല. പിന്നെ പറയുന്ന സമയത്തിനനുസരിച്ച് ചെയ്ത് തീർത്ത് കൊടുക്കുക. എല്ലാ മനുഷ്യരുടെ ലൈഫിലും, നോട്ട് ഓൺലി ബിസിനസ് പേഴ്സൺ, കാഷ്വൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ലൈഫിലാണെങ്കിലും ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും, ഒരു ഉയർച്ചതാഴ്ചകൾ ഉണ്ടാവും. സാറിൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുമ്പോൾ സാർ അതിനൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, വാട്ട്, വിച്ച്, വെൻ, വെയർ, വൈ, ഹൗ, ഹൂ, ഹൂം, ഹൂസ്. ദാറ്റ്സ് ആൻസർ. അത് മാത്രമാണ് എനിക്ക് ആൻസർ പറയാനുള്ളത്. കാര്യം നമ്മൾ താഴ്ചയിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ ചിന്തിക്കണം, നമ്മളിതെങ്ങനെ ഇതിനെ റിക്കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായി. അപ്പോൾ അതിനെല്ലാം ചോദ്യത്തിന് ഒരു ഉത്തരവുണ്ട്. ഇവിടെ സ്റ്റോപ്പ് ആവാൻ പാടില്ല. ഉറപ്പായിട്ടും ഒരാളൊരു കുഴിയിലേക്ക് വീണ് കഴിയുമ്പോഴാണ് അവിടുന്ന് മുകളിലേക്ക് നോക്കുന്നതും ആ മുകളിലേക്കുള്ള വെളിച്ചം കാണുന്നതും അവിടുന്ന് കുഴിയിൽ നിന്ന് എങ്ങനെ കയറി വരാൻ ശ്രമിക്കുന്നതും. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് സാർ. സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡൗൺ ആയിരുന്നു, പക്ഷേ ഇപ്പം ഒരു അപ്പിലാണ്. സാറിൻ്റെ ലൈഫിൽ സാറിൻ്റെ മാതാപിതാക്കൾ എത്രമാത്രം സ്വാധീനം നൽകിയിട്ടുണ്ട്? എൻ്റെ പപ്പയും മമ്മിയും ആണ് എനിക്ക് കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ ശരിക്കും കല്യാണം കഴിച്ചിരിക്കുന്ന ഇന്റർകാസ്റ്റാണ്. ലവ് മാരേജ് ആയിരുന്നു. അതെപ്പോഴായിരുന്നു? അത് ഏകദേശം ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ആ വരുന്ന വഴിക്ക് തന്നെ ആയിരുന്നു. അതിനുശേഷം ശരിക്കും എൻ്റെ ഫാദർ മരിച്ചതിന് ശേഷം എൻ്റെ ഫാദറിലോ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇൻസ്പയർ ആയിട്ടുള്ള ഒരു. ഓക്കെ. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ വൈഫാണ്. ഓക്കെ. വൈഫ്, നമുക്ക് നമ്മുടെ പാർട്ട്ണർ ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഓക്കെ. വൈഫിൻ്റെ പേര്? രാജശ്രീ. നാട്ടിലെവിടെയാണ് വൈഫ്? വൈഫ് മറയൂരാണ് സ്വദേശം. ഓക്കെ. വൈഫിൻ്റെ ഫാദറിൻ്റെ പേര്? ഫാദറിനോ? രാജൻ, ജി രാജൻ. ജി രാജൻ. ജി ആർ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ആ പുള്ളിയുടെ പേരിൽ തന്നെയാണ് ഞാൻ അവിടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. വൈഫിൻ്റെ മദർ? വൈഫിൻ്റെ മദറും മറയൂർ തന്നെയാണ്. പുള്ളിക്കാരിയുടെ പേര്? രാധിക. സാറിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേര്? ജോർജ് റോസമ്മ. റോസമ്മ. സാർ ഒറ്റ മകനാണോ? അല്ല, എൻ്റെ ബ്രദർ ഉണ്ട്. ഓക്കെ. അദ്ദേഹം മസ്കറ്റിൽ കൺസ്ട്രക്ഷൻ കമ്പനീസ് നടത്തുന്നു. ഓക്കെ. സോ ഫാമിലി ഒരു കണക്റ്റഡ് ആണ്. സാറിൻ്റെ മക്കളെ? എനിക്കൊരാളാണ്, ആദി എന്നാണ് പേര്. ഓക്കെ. എന്ത് ചെയ്യുന്നു? 6th സ്റ്റാൻഡേർഡിൽ. 6th അപ്പം ഒരു യങ് ഓൺട്രപ്രണർ വളർന്നു വരുന്നുണ്ട്. എന്തായാലും താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. കാര്യം തീർച്ചയായിട്ടും ഈ ഒരു ചുരുങ്ങിയ ടൈമിൽ നമുക്ക് ഇത്രയും സാറിൻ്റെ ഇത്രയും വർഷത്തെ ജീവിതത്തിലോട്ട് നമുക്ക് തിരിഞ്ഞ് നോക്കാനും കഴിയില്ല. പക്ഷേ എന്നാലും സാർ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തു. നമുക്ക് പണ്ട് നമ്മുടെ സാറ് പറഞ്ഞു തന്ന ആ ഒരു പോയിന്റ്സ് മാത്രം നമ്മുടെ മൈൻഡിൽ കൊണ്ട് ലൈഫ് മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടും സക്സസ്സിലോട്ട് മാത്രമേ സാറിന് എത്തിയിട്ടുള്ളൂ. അത് തന്നെ നമുക്ക് എന്താ പറയുക, മറ്റ് വരുന്ന യങ്സ്റ്റേഴ്സിന് ഒരുപാട് പുസ്തകമാക്കി മാറ്റാൻ സാധിക്കും. എന്നാലും സാറിന് വരാൻ പോകുന്ന ഫ്യൂച്ചർ വിഷനും ഫ്യൂച്ചർ വെഞ്ചേഴ്സിലും നമ്മളെ ഈ ഒരു മിഡിൽ ഈസ്റ്റ് ആണെങ്കിലും മറ്റെല്ലാ കൺട്രീസിലോട്ടും നമ്മുടെ ഈ ഒരു നമ്മുടെ GR സ്പൈസ് എന്ന സ്ഥാപനം നല്ല രീതിയിൽ വലുതായി മാറട്ടെ എന്ന് ഞാനും ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഇത്രയും ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. നന്ദി, നമസ്കാരം. താങ്ക്സ്.